ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇനി അടുത്തു വരുന്ന വിജയ ഏകാദശിയെക്കുറിച്ചാണ്. അതായത് മാർച്ച് 7-ാം തീയതിയാണ് വിജയ ഏകാദശി വരുന്നത്. പേരുപോലെ തന്നെ ശത്രുക്കളുടെ മേൽ വിജയം നേടാനും അഭീഷ്ടസിദ്ധിക്കും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ രാവണവധവും ജാനകിയെ വീണ്ടെടുക്കാനുമൊക്കെ ഈ ഒരു വ്രതം സഹായകമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. വിഷ്ണു പ്രീതിയിലൂടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്രതം. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികൾ വരുന്ന 3 ദിവസങ്ങളായി നീണ്ടുകിടക്കുന്നതാണ് ഏകാദശി വ്രതം. ഇഹലോകത്തും സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യവുമായിട്ടുള്ള മോക്ഷവുമാണ് ഈ ഒരു ഏകാദശി വ്രതത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് വിജയ ഏകാദശി. കാര്യനിർവഹണത്തിൽ വരുന്ന സർവ്വവിഘ്നങ്ങളുമെല്ലാം അകറ്റി നമുക്ക് സർവ്വവിജയങ്ങൾ നൽകുവാനും എല്ലാ പാപങ്ങളും നശിപ്പിക്കുവാനും കഴിവുള്ള ശ്രേഷ്ഠമായ ഒരു ഏകാദശിയാണ് വിജയ ഏകാദശി. നാരദ മഹർഷി ഈ ഒരു ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുകയുണ്ടായിട്ടുണ്ട്. പരിശുദ്ധവും പാപനാശകവുമായിട്ടുള്ള ഒരു പുരാതനമായിട്ടുള്ള ഒരു വ്രതമാണ് വിജയ ഏകാദശി എന്ന് പത്മപുരാണത്തിൽ വ്യക്തമാക്കുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭഗൽഭാൽബ്യ മഹർഷിയുടെ അടുത്തെത്തി അദ്ദേഹത്തെ പ്രണമിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ മഹർഷിയെ, ഇവിടുത്തെ പ്രസാദത്താൽ എനിക്ക് ലങ്ക ജയിക്കുവാനും അതുപോലെ തന്നെ ഈ ഒരു സമുദ്രതീരത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടുന്ന് പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു കടൽ കടക്കാനുള്ള ഒരു ഉപായമൊക്കെ ഒന്ന് പറഞ്ഞു തന്നാലും മഹർഷി എന്ന് പറയുകയാണ് നമ്മുടെ ശ്രീരാമചന്ദ്ര ഭഗവാൻ. ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട മഹർഷി പറഞ്ഞു, വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും ശ്രേഷ്ഠവുമായിട്ടുള്ള വിജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കൂ. ഭവാനെ വേഗം വിജയം ലഭിക്കുകയും അതുപോലെ തന്നെ ലങ്കയെയും രാക്ഷസന്മാരെയും ഒക്കെ ജയിച്ച് സ്വച്ഛമായ കീർത്തി നേടാൻ സാധിക്കുമെന്നൊക്കെ അദ്ദേഹം ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്. വെറുതെ വ്രതമനുഷ്ഠിച്ചാൽ പോരാ, ഏകാഗ്രചിത്തനായിട്ട് തന്നെ വേണം വ്രതമനുഷ്ഠിക്കാനായിട്ട്. ഫൽഗുണ മാസത്തിലെ, അതായത് കുംഭമാസത്തിലെ കറുത്ത പക്ഷ ഏകാദശിയാണ് വിജയ ഏകാദശിയായി കണക്കാക്കുന്നത്. അത് നോറ്റാൽ ഭഗവാന് വിജയം ലഭിക്കുമെന്ന് മാത്രമല്ല, വാനരന്മാരോട് കൂടി ഈ ഒരു സമുദ്രം കടക്കാൻ ഭഗവാൻ മഹാവിഷ്ണു നിങ്ങളെ സഹായിക്കുമെന്ന് ശ്രീരാമചന്ദ്രനെ പറഞ്ഞു കൊടുക്കുകയാണ് മഹർഷി. അങ്ങനെ ശ്രീരാമ ഭഗവാൻ വളരെ ഏകാഗ്രചിത്തനായി വളരെ പരിപൂർണ ഭക്തിയോടുകൂടി ഈ ഒരു ഏകാദശി വ്രതം നോൽക്കുകയും അദ്ദേഹത്തിന് വിജയം സാധിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. മാത്രമല്ല, ശ്രീരാമചന്ദ്ര ഭഗവാൻ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വിജയ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതോടുകൂടി രാവണനെ പരാജയപ്പെടുത്തി ലങ്ക പിടിച്ചെടുക്കുകയും അങ്ങനെ ഈ വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഇഹത്തിൽ വിജയവും പരത്തിൽ മോക്ഷവും ലഭിക്കുമെന്നാണ് പത്മപുരാണം വ്യക്തമാക്കുന്നത്. ഇനി ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കുന്നത് എന്ന് നോക്കാം. ഏകാദശിയുടെ തലേ ദിവസം ദശമി ദിവസം ഒരിക്കലൂണേ പാടുള്ളൂ. അതായത് ഇന്ന് ഒരിക്കലൂണാണ് എടുക്കേണ്ടത്. ദശമി നാളിൽ അരിയാഹാരം ഒരിക്കൽ മാത്രമാണെന്നാണ് വിധി. അതിന് പകരമായിട്ട് ചിലവർ അരിക്ക് പകരം ഗോതമ്പ് കഞ്ഞിയും പായസം, പഴവർഗ്ഗങ്ങൾ, പുഴുക്ക്, അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ അന്ന് കഴിക്കാനുണ്ട്. പക്ഷേ വയറ് നിറച്ചുള്ള ഭക്ഷണം അന്ന് പാടില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ അന്നേ ദിവസം വെറും നിലത്ത് കിടന്ന് ഉറങ്ങാൻ കഴിയുന്നവരാണെങ്കിൽ അത് ചെയ്താൽ വളരെ നല്ലതാണ്. എണ്ണ തേച്ച് കുളിയൊന്നും അന്നത്തെ ദിവസം പാടില്ല. ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. പിന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. വെറ്റില, മുറുക്ക് എന്നിവയൊന്നും പാടില്ല. ഏകാദശി നാൾ പരിപൂർണ ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് പറയപ്പെടുന്നത്. പൂർണ്ണ ഉപവാസം സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരം പഴങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഏകാദശി ദിവസം ഉറങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഏകാദശി ദിവസം പകലുറക്കം പാടില്ല എന്നുള്ളത് നമ്മൾ എല്ലാ ഏകാദശിക്ക് പറയുമ്പോഴും പറയാറുള്ളതാണ്. അതുപോലെ തന്നെ ഏകാദശിയുടെ ഒടുവിലത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയ 30 നാഴിക സമയത്തെയാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഏകാദശി വ്രതകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
ഭാഗമായിട്ടുള്ള സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഭക്ഷണവും ഉറക്കവും പാടില്ല എന്ന് തന്നെയാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. ഇനി ഏകാദശി അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ത്രിസന്ധ്യ നേരത്ത് ഭക്ഷണം കഴിക്കലും അതുപോലെ തന്നെ ഉറങ്ങലും കുട്ടികളാണെങ്കിൽ പഠിക്കുക ഇത്തരം കാര്യങ്ങളൊന്നും ആ സമയത്ത് നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏകാദശി വ്രതം എടുക്കുന്നവരും ഇത്തരത്തിൽ അനുഷ്ഠാനങ്ങളും ആചരിച്ചതിന് ശേഷം ഏകാദശി വ്രതം എടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് എന്ന് പറയുന്നത്. ഇനി ഇത് സാധിക്കാത്തവർക്കാണെങ്കിൽ ഒരു നേരം പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം നോൽക്കാവുന്നതാണ്. എങ്കിലും പറയുകയാണ് പരിപൂർണമായിട്ടുള്ള ഉപവാസമാണ് ഏകാദശിക്ക് ഏറ്റവും ഉത്തമം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ ഈ ഒരു ദിവസം വിഷ്ണു സഹസ്രനാമം, ഭാഗവതം, നാരായണീയം ഇതൊക്കെ ചൊല്ലുന്നത് വളരെയധികം ഉത്തമമായി തന്നെ കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഓരോരുത്തർക്കും പറ്റാവുന്ന രീതിയിൽ ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലി ഈ ദിവസം പരിപൂർണ്ണ ഉപവാസത്തോടു കൂടി അനുഷ്ഠിക്കുക. ഭഗവാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.